രാവിലെ 9 മണിക്ക് തിരച്ചിൽ ആരംഭിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ 10 മണിയായിട്ടും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചില്ല. ഇതോടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഈശ്വർ മാൽപേ പുഴയിലിറങ്ങി. മുങ്ങൽ വിദഗ്ധർ പുഴയിലേക്ക് ഇറങ്ങുന്നതിനു മുൻപ് സമീപത്തായി SDRF, NDRF ഉദ്യോഗസ്ഥരെ വിന്യസിക്കേണ്ടതുണ്ട്. ഇതിനുള്ള നടപടിക്രമങ്ങളാണ് അനുമതി നീളാൻ കാരണമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സേൽ പിന്നീട് വ്യക്തമാക്കിയെങ്കിലും അപ്പോഴേക്കും മാൽപേ 1ാം ഡൈവ് പൂർത്തിയാക്കിയിരുന്നു. ഓയിലിന്റെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിലായിരുന്നു ആദ്യ തിരച്ചിൽ. കയ്യിലൊരു ലോഹഭാഗവുമായി മാൽപേ ജലോപരിതലത്തിലേക്ക്. 19 മിനിറ്റും 2 സെക്കൻഡും നീണ്ട 2ാം ഡൈവിലാണ് മാൽപേ ഏറ്റവും അധികം സമയം വെള്ളത്തിനടിയിൽ തിരഞ്ഞത്. അവസാന ശ്രമത്തിൽ 18 മിനിറ്റും 46 സെക്കൻഡും മാൽപേ മുങ്ങി. 3 സിലിണ്ടർ കാലായി 15 കിലോ. ഇപ്പൊ ഞങ്ങൾ ഒരു 10 ഡൈ കൂടുതലായി നോക്കിയിട്ടുണ്ട്. ആ സമയത്തിൽ 3 സിലിണ്ടർ കാലായ സമയത്തിൽ നമുക്ക് ഒന്നും കിടച്ചില്ല. ഇന്നലെ ഒരു ജാക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്ഥലത്തിൽ ഞങ്ങൾ ഒരുപാട് തേടിയിട്ടുണ്ട്. അവിടെ വയറെല്ലാം കിട്ടി, ചിന്ന വയർ. അത് വീടിൻ്റെ ചിന്ന വയർ കട്ട് പീസ് എടുത്ത് മാറ്റി. പിന്നെ വേറെ ഒന്നും കിട്ടിയില്ല. യാതൊരു യന്ത്രസഹായവുമില്ലാതെ 3 മിനിറ്റ് നേരം വെള്ളത്തിൽ മുങ്ങാൻ കഴിവുണ്ട് മാൽപേക്ക്. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചിറങ്ങുന്ന ഉടുപ്പിയുടെ സ്വന്തം വാട്ടർമാൻ നിർണായക തെളിവുകളുമായി വരുമെന്നാണ് മലയാളികളുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.